ഹലോ ഗൈസ്, വിജയ ലോക ഡയസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ തഞ്ചാവൂരാണുള്ളത് കേട്ടോ. തഞ്ചാവൂർ ഇന്നലെ ഒരു 10 മണിക്കാകുമ്പോൾ തഞ്ചാവൂരെത്തി. നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ടിട്ട് തഞ്ചാവൂർ എത്തുമ്പോൾ ഒരു 10 മണി ആ ഒരു സമയത്തെത്തി. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ റൂം എടുത്ത്, ഞാൻ പറഞ്ഞില്ലേ ടെൻ്റ് അടിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് മൊബൈൽ ചാർജിങ് സംഭവങ്ങളൊക്കെ ക്യാമറ അങ്ങനെയുള്ള ചാർജൊക്കെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ബൈക്കിൽ അങ്ങനെയുള്ള സെറ്റിങ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ടെൻ്റ് അടിച്ചു. ഇന്നലെ നൈറ്റ് പിന്നെ അത്രയും വൈകുകയും ചെയ്തു. അപ്പോൾ എന്തായാലും റൂം എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, എല്ലാം ചാർജിങ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ തഞ്ചാവൂരാണുള്ളത്. തഞ്ചാവൂരിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട്, ബൃഹദീശ്വര ക്ഷേത്രം, പെരിയ കോവിൽ. അതായത് രാജരാജ ചോളൻ 1000 വർഷം മുന്നേ പണി കഴിപ്പിച്ച ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനിയുള്ള കുറച്ച് വീഡിയോ ഈ തഞ്ചാവൂരിലെ മെയിൻ സ്പോട്ടുകളൊക്കെ അടങ്ങിയ കാഴ്ചകളൊക്കെ അടങ്ങിയ വീഡിയോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം തഞ്ചാവൂരിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്. ഓക്കെ ഇവിടുന്ന് പോകാം. അപ്പം അങ്ങനെ ഇവിടെ പാർക്കിംഗ് ഏരിയയിലെത്തി. വലിയ കൺഫ്യൂഷനൊന്നും ഇല്ല കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് 2 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ. വല്ലാതെ കറങ്ങി തിരിഞ്ഞ് പോകാനൊന്നുമില്ല. ഓക്കെ, ഇവിടുന്ന് റോഡ് സൈഡിൽ തന്നെ കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. എന്തായാലും റോഡ് സൈഡ് തന്നെ നല്ല രീതിയാണ്. ഇനി അതിനുള്ളിൽ കാര്യമായി അടിപൊളിയായി. ഗണപതിയിലൊരു തൊഴാനൊക്കെ ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഈ ഒരു അമ്പലത്തിനുള്ളിൽ കിടക്കാൻ വേണ്ടി പ്രത്യേകം ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്. കാരണം ഇപ്പോഴും അമ്പലത്തിനുള്ളിൽ പൂജയും കാര്യങ്ങളും നമുക്ക് തൊഴാനുള്ള ഇതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് കയറേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. അങ്ങനെ ചെരുപ്പ് ക്ലോക്ക് റൂമിൽ വെച്ച് 1 രൂപയുള്ളൂ ചെരുപ്പ് അവിടെ വെക്കാൻ. എന്നിട്ട് ഇതാ അങ്ങോട്ട് അമ്പലത്തിനുള്ളിലേക്ക് കിടക്കുകയാണ്. എന്തായാലും വലിയൊരു സംഭവം കാണുന്നത്. അങ്ങനെ ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ട്. അത്ര രാവിലെ അല്ല, 11-11:30 ആ ഒരു സമയമാണ്. അപ്പോൾ പിന്നെ എന്താണെന്ന് പ്രശ്നം വെച്ചാൽ ഇവിടെ നല്ല ചൂടായിരിക്കും. ഈ ഒരു സ്ഥലം കണ്ടില്ലേ, ഇവിടെയൊക്കെ ചവിട്ടി നടക്കുമ്പോൾ നല്ല കാലൊക്കെ പൊള്ളും. ചെരുപ്പ് പുറത്തല്ലേ വെച്ചിരിക്കുന്നേ. ഈ ഒരു പെരിയ കോവിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹദീശ്വര ക്ഷേത്രം, അതായത് തഞ്ചാവൂർ പെരിയ കോവിൽ, ഭാരതീയ വാസ്തുവിദ്യയുടെ വിസ്മയങ്ങളിൽ ഒന്നാണിത്. AD 1010 ചോള രാജാവായിരുന്ന രാജരാജ ചോളൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അതിനാൽ ഇതിനെ രാജരാജേശ്വരം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. ഏകദേശം 12 അടി ഉയരമുള്ള കൂറ്റൻ ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. ഇതിനുള്ളിലെ വേറൊരു ക്ഷേത്രം. ഇവിടെ തൊഴാനായിട്ട് ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായി ക്ഷേത്രത്തിന് മുന്നിലായി സ്ഥിതി ചെയ്യുന്ന വലിയ നന്ദി പ്രതിമയും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണ്. ഇതിന് 13 അടി ഉയരവും 16 അടി നീളവുമുണ്ട്. ക്ഷേത്രത്തിന് മുൻവശമുള്ള ഈ ഒരു നന്ദി പ്രതിമ ഒറ്റക്കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇത് AD 16-ാം നൂറ്റാണ്ടിലാണ്, ഏകദേശം 1500-കളിൽ തഞ്ചാവൂർ ഭരിച്ചിരുന്ന നായിക രാജാക്കന്മാരുടെ കാലത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥ നിർമ്മാണം AD 1010 രാജരാജ ചോളൻ ഒന്നാമൻ, അതായത് ഈ ക്ഷേത്രം പണി കഴിച്ചപ്പോൾ തന്നെ അവിടെ ഒരു നന്ദി പ്രതിമ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ അത്രയും വലിപ്പം ഉണ്ടായിരുന്നില്ല. അത് പഴയ ആ ഒരു നന്ദി വിഗ്രഹം ഇപ്പോഴും ക്ഷേത്രവളപ്പിലെ ഒരു വശത്ത് ഒരു സ്ഥലത്തുണ്ട്.
ഏകദേശം 20 ടണ്ണോളം ഭാരമാണ് ഈ ഒരു പ്രതിമയ്ക്കുള്ളത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസിൽ പ്രധാനപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രം ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഗ്രാനൈറ്റ് നിർമ്മിതികളിൽ ഒന്നാണ്. കല്ലുകൾക്കിടയിൽ സിമെൻറ്റോ അതായത് മറ്റു മിശ്രിതങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ കല്ലുകൾ തമ്മിൽ കോർത്തു വയ്ക്കുന്ന ഇൻ്റർലോക്കിംഗ് രീതിയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് മുകളിലുള്ള ഗോപുരത്തിന് 216 അടി ഉയരമുണ്ട്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരങ്ങളിൽ ഒന്നാണ്. അമ്പലത്തിൻ്റെ മുകളിലുള്ള ഈ കൂറ്റൻ ഗോപുരത്തിൻ്റെ നിഴല് ഉച്ച സമയത്ത് നിലത്ത് വീഴില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ഇത് അമ്പലത്തിന് ഉൾവശമാണ്. ഇവിടെ വല്ലാതെ വീഡിയോ റെക്കോർഡ് ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ ഫോട്ടോ എടുക്കാനൊന്നും അലൗഡ് അല്ല. ഓക്കെ, ഞാൻ അമ്പലത്തിനുള്ളിൽ കയറിയിട്ടാണ്. പിന്നെ അതിനുള്ളിൽ ക്യാമറ ഒന്നും അലൗഡ് അല്ല. ഈ ഭസ്മൊക്കെ തൊട്ട് വന്ന് പിന്നെ 12 മണിക്ക് 12:30 അത് ക്ലോസ് ചെയ്യുന്ന തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ. എന്താ സംഭവം? പിന്നെ ആ ഗോപുരത്തിന് മുകളിലുള്ള ആ ഒരു കുംഭം ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണ്. ഇതിന് ഏകദേശം 80 ടൺ ഭാരമുണ്ട്. ഇത്രയും വലിയ കല്ല് എങ്ങനെ അന്നത്തെ കാലത്ത് മുകളിൽ എത്തിച്ചു എന്നത് ഇന്നും ഒരു അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ നിഴല് ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് വീഴുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിലത്ത് ഉച്ച സമയത്ത് നിഴല് പതിക്കില്ല എന്ന് പറയുന്നത്. ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ക്ഷേത്രഭിത്തികളിൽ ചോള കാലഘട്ടത്തിലെ മനോഹരമായ ചുവർച്ചിത്രങ്ങളും തമിഴ് സംസ്കൃതം ഭാഷകളിലുള്ള ശിലാലിഖിതങ്ങളും കാണാം. അന്നത്തെ കാലത്തെ നൃത്തം, സംഗീതം, ഭരണരീതി എന്നിവയെക്കുറിച്ചാണ് ഈ ലിഖിതങ്ങൾ അറിവ് നൽകുന്നത്. ശരിക്കും പറഞ്ഞാലേ ഒരു മഹാത്ഭുതം, അല്ലാതെ ഒന്നും പറയാനില്ല. ഇതൊക്കെ ആ ഒരു കാലത്ത് എങ്ങനെ ഉണ്ടാക്കി ഇതൊക്കെ. ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ട ഒന്നാണ് ചോള രാജവംശം.
ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജവംശങ്ങളിൽ ഒന്നാണിത്. ചോളന്മാരുടെ ചരിത്രത്തെ പ്രധാനമായും രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. അതായത് സംഘകാല ചോളന്മാർ, BC 3-ാം നൂറ്റാണ്ട് മുതൽ AD 3-ാം നൂറ്റാണ്ട് വരെ കരികാല ചോളനായിരുന്നു ഈ കാലത്തെ പ്രമുഖൻ. പിന്നെ വരുന്നത് മധ്യകാല ചോളന്മാരാണ്. AD 850 മുതൽ വിജയാലയ ചോളൻ പല്ലവരെ പരാജയപ്പെടുത്തി രാജ്യം വീണ്ടെടുത്തതോടെയാണ് ചോളന്മാരുടെ രണ്ടാം ഉദയം ആരംഭിക്കുന്നത്. ചോള സാമ്രാജ്യത്തെ ഇന്ത്യക്ക് പുറത്തേക്ക് വളർത്തിയത് പ്രധാനമായും 2 രാജാക്കന്മാരാണ്. രാജരാജ ചോളൻ ഒന്നാമൻ 985-1014 കാലഘട്ടത്തിൽ ചോള സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ ശില്പി. തഞ്ചാവൂർ പെരിയ കോവിൽ നിർമ്മിച്ചത് ഇദ്ദേഹമാണ്. പിന്നെ ഉണ്ടായിരുന്നത് രാജേന്ദ്ര ചോളൻ ഒന്നാമൻ 1014-1044 കാലഘട്ടം. രാജരാജ ചോളൻ്റെ മകനാണ് ഇദ്ദേഹം ഗംഗാതീരം വരെ പടയോട്ടം നടത്തുകയും ഗംഗൈക്കൊട്ട ചോളൻ എന്ന ബിരുദം സ്വീകരിക്കുകയും ചെയ്തു. കൂടാതെ ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഇദ്ദേഹം കീഴടക്കി. ചോളന്മാർ വെറും യുദ്ധവീരന്മാർ മാത്രമായിരുന്നില്ല, മികച്ച ഭരണകർത്താക്കളും കൂടിയായിരുന്നു. തഞ്ചാവൂർ പെരിയ കോവിൽ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ വല്ലാതെ ഫോട്ടോഷൂട്ട് അല്ലാതെ വീഡിയോ ഷൂട്ടൊക്കെ നടത്തുന്നത് സെക്യൂരിറ്റിയുടെ കണ്ണിൽപ്പെട്ടാൽ അവരത് ഫോണൊക്കെ വാങ്ങി ക്യാമറ വാങ്ങിയിട്ടൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറയും. വല്ലാതെ ഇവിടെ പെർമിഷനൊന്നുമില്ല. ഞാൻ പിന്നെ സിമ്പിളായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത്, കാരണം ചിലരെ വലിയ കല്യാണ ഷൂട്ട് പോലെ വല്ലാതെ ആർഭാടാക്കിയിട്ട് വന്ന് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് പ്രത്യേകം സെക്യൂരിറ്റിക്കാർ നോട്ട് ചെയ്യും. എനിക്ക് പിന്നെ വലിയ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. വല്ലാതെ ഇവിടെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊന്നും അത്ര അലൗഡ് അല്ല. ഞാൻ ഇതിനുള്ളിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. തൈര് സാദം, പിന്നെ റൈസ്, അങ്ങനെയുള്ള സംഭവം. അപ്പോൾ ഞാനൊരു റൈസ് വാങ്ങി, പിന്നെ ഒരു ലഡു. അത് മഞ്ഞലഡുല്ല, വേറെ ലഡു വാങ്ങി. രാവിലെ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ, അപ്പോൾ ഇത് വാങ്ങി. എന്തായാലും കഴിക്കാം. ചെറിയൊരു മസാല റൈസാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടാവാം. ഇനി സമയം 1:30 മണിയായി. ഇന്ത്യയിൽ ആദ്യമായി അതിശക്തമായ ഒരു നാവികസേന രൂപീകരിച്ചത് ചോളന്മാരാണ്. ഇതുകൊണ്ടാണ് ബംഗാൾ ഉൾക്കടലിനെ അക്കാലത്ത് ചോള തടാകം എന്ന് വിളിച്ചിരുന്നത്. ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഉച്ചകോടിയാണ് ചോള ക്ഷേത്രങ്ങൾ. തഞ്ചാവൂര്, ഗംഗൈക്കൊണ്ട ചോളപുരം, ധാരാസുരം എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ തഞ്ചാവൂർ എന്ന് പറയുന്നത് ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്. നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ഈ ഒരു അത്ഭുതം കാണുക. ഇവിടുത്തെ ഒരു ചുറ്റുപാട്, ഈ ഒരു അന്തരീക്ഷം അത് വളരെ മനോഹരമാണ്. പിന്നെ വരുന്നവർ രാവിലെ നേരത്തെ വന്ന് തൊഴുതിറങ്ങി പോകാനാവും പ്ലാനെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഉച്ചയ്ക്കൊക്കെ ഇതിനുള്ളിൽ നല്ല വെയിലായതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാകും. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഒന്നും കൂടി ഒരു വൈബ് ഉണ്ടാവുക. ഞാൻ വൈകുന്നേരം വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ തഞ്ചാവൂരിലെ ആ മഹാത്ഭുതം അങ്ങോട്ട് കണ്ടു. ഞാനിതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കട്ടെ. ഇനി തഞ്ചാവൂരിലെ അടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് കാണാം. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.